ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കപ്രിക്കാട് മിനി സൂയിലാണ്. ഇതിന് മുമ്പ് ഇവിടെ പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വിഷമകരമായിരുന്നു. അങ്ങനെ പറയുന്നതാണ് സത്യം. അതായത് ഞങ്ങൾ തലേ ദിവസം, അതായത് ഇന്നലെ നമ്മൾ കണ്ടിരുന്നു. അതായത് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ന്യൂസിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് അതിരപ്പള്ളിയിൽ ഒരു കൊമ്പന് കുത്തേറ്റിട്ട്, അതായത് ഒരു കാട്ടാനയ്ക്ക് കുത്തേറ്റിട്ട് ഇവിടെ കോടനാട് ചികിത്സയ്ക്കായിട്ട് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ആ സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ അവിടെ വരെ പോകാം, കോടനാട് വരെ പോകാം എന്ന് പ്ലാൻ ചെയ്ത് വച്ച് ഇന്ന് ഞങ്ങൾ പോകാൻ വേണ്ടിയിരുന്നപ്പോഴാണ് ഞങ്ങൾ ആ വിവരം അറിയുന്നത്, ആന ചെരിഞ്ഞു എന്നുള്ളൊരു വിവരം. അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കിയൊരു കാര്യമാണ്. കാരണം ഞങ്ങൾ പലരും പറഞ്ഞു, അതായത് ഈ ആനയുടെ കൂട് നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന അത്ര ദൂരത്തിലല്ല. അതായത് നമുക്ക് പണ്ടൊക്കെ ഇവിടെ വരുന്ന സമയത്ത്, പണ്ടെന്നല്ല, ഈ ആനയുടെ കൂട് വരുന്നതിന് മുമ്പാണോ അതോ ഇതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ വരുന്ന സമയത്തൊക്കെ നമുക്ക് ആ ഒരു കാടിൻ്റെ അങ്ങ് അറ്റം വരെ അങ്ങ് പോവാം. കാരണം അങ്ങ് അറ്റത്തൊക്കെ ആന നിൽക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം പോയപ്പം ഇങ്ങനെ കൂട്ടിലുള്ള ആനകൾ മാത്രമാണ്, അതായത് ആ ഷെഡിലുള്ള ആനകൾ മാത്രമാണ് കാണാൻ പറ്റിയത്. അവരൊക്കെ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നത്. പിന്നെ ചൂടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവരെ കുളിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ ആനകളൊക്കെ നല്ല ആരോഗ്യവാന്മാരായിട്ടിരിക്കുന്നു. പിന്നെ അവർ കുളിയും കാര്യങ്ങളും ഒക്കെ നടത്താൻ വേണ്ടിയിരിക്കുന്നു. അപ്പം അപ്പോഴും ഞങ്ങളുടെ ചിന്ത എന്ന് പറയുന്നത് അവിടെ എന്തായി, അങ്ങനൊരു ഇതാണ്. അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് ആനയുടെ പോസ്റ്റ്മോർട്ടം നടക്കുവാണെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. കുറേ മീഡിയാസും കാര്യങ്ങളൊക്കെ താഴെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ടും വലിയ കാര്യമില്ല, കാരണം അതിൻ്റെ അകത്തേക്ക് അലൗഡ് അല്ല. ഞാൻ ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അധികം കാണാൻ പറ്റില്ല, കാരണം അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ക്ലോസ് ചെയ്തേക്കാണ്, നോ എൻട്രി ബോർഡ് വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് കൂടുതൽ അവിടെ ചെന്നിട്ട് ചോദിക്കാനെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്, ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഈ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടി മാത്രം അവിടേക്ക് കടത്തി വിടുന്നുള്ളൂ. അല്ലാതെ വേറൊരു വണ്ടിയും അങ്ങോട്ടേക്ക് കടത്തി വിടുന്നില്ല, ആളുകളെയും കടത്തി വിടുന്നില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത്രയും പ്രതീക്ഷിച്ച് എന്നിട്ട് നമുക്കൊരു വിഷമകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഉണ്ടായത്. അങ്ങനെ ഞങ്ങൾ മറ്റുള്ള ആനകളെയൊക്കെ കണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു.